ഹലോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഡേ 6. നമ്മളിന്ന് ജൂബിലലിയിൽ രാത്രി 8 മണിയുടെ മാസമാണ് പോകുന്നത്. മലയാളം മാസമാണ്. സൺഡേയും മലയാളം മാസം 8 മണിക്കാണ് ജൂബിലലിയിൽ. ഓക്കെ. ഇന്ന് അച്ഛൻ പ്രസംഗത്തിൽ ആൻ്റണിയച്ഛനായിരുന്നു. അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞൊരു വിശുദ്ധ കുർബാനയെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 61 മുതൽ ഒരു 70 വരെയുള്ള ഭാഗങ്ങളിലാണ്. ഇതിൽ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നു, ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു. അപ്പോൾ ഇത് കേട്ട് അവൻ്റെ ശിഷ്യന്മാർ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? അവൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്നും വരം ലഭിച്ചല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു. ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. യേശു ശിഷ്യന്മാരോടും ചോദിച്ചു, 12 ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കാരണം വെച്ച് കഴിഞ്ഞാൽ പോകാൻ താല്പര്യമുള്ളവർക്ക് പോകാം. കുർബാനെ കുറിച്ചിട്ട് ഇനി പറയില്ല. അപ്പോൾ ശിമോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്, നീയാണ് ദൈവത്തിൻ്റെ പക്ഷത്തിൽ നിന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ വിശുദ്ധ കുർബാനയെ കുറിച്ചിട്ട് പറഞ്ഞതിന് ശേഷം മാത്രമാണ് കർത്താവ് ഇങ്ങനെ പോകുന്നെങ്കിൽ പോകാം, തിരിച്ചു വിളിക്കണൊരു സംഭവം ഇല്ല. കാരണം വെച്ചാൽ വിശുദ്ധ കുർബാനയെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ, ആ സ്നേഹം മനസ്സിലാക്കാനും നമുക്ക് മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ട് സാധിക്കില്ല. അത് കൂടുതൽ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമാണ് വിശുദ്ധ കുർബാന മനസ്സിലാവുള്ളൂ.